ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഇനി നമ്മൾ ഒരുപാട് പേർക്കുള്ള ഒരു സംശയം രാജാവ് ചോദിക്കുകയാണ്. 58-59 ശ്ലോകങ്ങൾ. കർമാണി ആരഭതേ കർമാണ്യാരഭതേ യേന പുമാൻ ഇഹ വിഹായ തം അമുത്ര അന്യേന ദേഹേന ജുഷ്ടാനി സഹ യദശ്നുതേ ഇതി വേദവിദാം വാദഃ ശ്രൂയത്തെ തത്ര തത്രഃ കർമ്മ യത് ക്രിയത്തെ പ്രോക്തം പരോക്ഷം ന പ്രകാശത്തെ. പുമാൻ ഒരു ജീവൻ, ഇഹ ഈ ലോകത്തിൽ, യേന യാതൊരു ശരീരത്തെ ഉപയോഗിച്ചാണോ കർമാണി ആരഭതേ കർമ്മങ്ങളെ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്, അവൻ തം ദേഹം ആ ശരീരത്തെ വിഹായ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണല്ലോ സൂക്ഷ്മലോകത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ സഹ ആ ജീവൻ അമുത്ര പരലോകത്തിൽ അന്യേന ദേഹേന മറ്റൊരു ദേഹം കൊണ്ടായിരിക്കണമല്ലോ ഈ ചെയ്തതിനൊക്കെ ഫലം അനുഭവിക്കേണ്ടത്. അതാണ് അന്യേന ദേഹേന മറ്റൊരു ശരീരം കൊണ്ട് ജുഷ്ടാനി ഈ ഭൂമിയിൽ ചെയ്ത കർമ്മഫലങ്ങളെ അശ്നുതേ അനുഭവിക്കുന്നു. ഇതി ഇങ്ങനെ വേദവിദാം വാദഃ വേദജ്ഞന്മാരുടെ വാദങ്ങൾ തത്ര തത്ര അവിടവിടെയായിട്ട് ശ്രൂയത്തെ കേൾക്കപ്പെടുന്നുണ്ട്. ഇത് ശരിയാണോ? ഈ ഭൂമിയിൽ ഒരു ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു, ആ ശരീരം ഇവിടെ ഉപേക്ഷിക്കുന്നു. പിന്നെ ഏത് ശരീരം കൊണ്ടാണ് പരലോകത്ത് പോയിട്ട് ഒരു ജീവൻ ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നത്? അങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? യത് പ്രോക്തം യാതൊരു വേദോക്തമായ കർമ്മ ക്രിയത്തെ കർമ്മം ചെയ്യപ്പെടുന്നുവോ അത് പരോക്ഷം ന പ്രകാശത്തെ. പരോക്ഷം എന്നാൽ അപ്രത്യക്ഷമായിട്ട് ന പ്രകാശത്തെ പ്രകാശിക്കുന്നതുമില്ലല്ലോ. അതായത് വേദജ്ഞരായവർ പറയുന്നു വൈദിക കർമാനുഷ്ഠാനത്തിൻ്റെ ഫലം അദൃഷ്ടമാണ്, അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല, അപ്പോൾ പ്രത്യക്ഷമായി കാണാനും സാധിക്കില്ല. പിന്നെ ഈ ലോകത്ത് ഒരു ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം മറ്റൊരു സൂക്ഷ്മ ശരീരത്തിലൂടെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് അതെങ്ങനെ ശരിയാകും? ഇതെൻ്റെ ഒരു സംശയമാണ് എന്ന് രാജാവ് ചോദിക്കുകയാണ്. ഇവിടെ കർമ്മഫലം എന്ന് പറയുന്നത് നമുക്കാർക്കും കണ്ടറിയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഞാൻ ഈ ചെയ്തതിൻ്റെ കർമ്മഫലമാണ് അടുത്ത ജന്മത്തിൽ എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? ഇതൊക്കെ എല്ലാവരുടെയും ഒരു സംശയമാണ്. ആ സംശയമാണ് പ്രാചീന ബർഹിസ് ചോദിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സംശയത്തിനാണ് നാരദ മഹർഷി ഉത്തരം പറയുന്നത്. 60-ാമത്തെ ശ്ലോകം. ഏനൈവ ആരഭതേ കർമ്മ തേനൈവ അമുത്ര തത്പുമാൻ ഭുങ്ക്തേ ഹി അവ്യവധാനേന ലിംഗേന മനസാ സ്വയം. ഇവിടെ സ്ഥൂല ശരീരം വേറെ സൂക്ഷ്മ ശരീരം വേറെ എന്ന ഈ ചിന്തയിൽ നിന്നാണ് അങ്ങേക്ക് സംശയമുണ്ടായത്. അതുകൊണ്ട് ആ സംശയത്തെ തന്നെയാണ് ആദ്യം തീർക്കുന്നത്. ഒരു പുമാൻ മനുഷ്യൻ ഏനയേവ യാതൊരു ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നുവോ, ഏനയേവ കർമ്മ ആരഭതേ ഏതിനെ കൊണ്ടാണോ കർമ്മത്തെ ചെയ്യുന്നത്, തേനയേവ ആ സ്ഥൂല ശരീരത്തിൻ്റെ തന്നെ
ആ സ്ഥൂല ശരീരം കർമ്മം ചെയ്യുമ്പോൾ അതിനോടൊപ്പം കർമ്മം ചെയ്യുന്നത് തന്നെയാണ്. അതാണ് അവ്യവധാനേന. അതുമായിട്ട് വേർതിരിച്ച് കാണേണ്ടതില്ല സൂക്ഷ്മ ശരീരത്തെ. മനസ്സും ശരീരവും രണ്ടല്ല, അത് ഒന്ന് തന്നെയാണ്. ശരീരത്തെ ബാധിക്കുന്നത് എന്തും മനസ്സിനെ ബാധിക്കാറുണ്ട്. മനസ്സിനെ ബാധിക്കുന്ന സുഖദുഃഖാദികൾ ശരീരത്തിലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് എന്നതുകൊണ്ട് തന്നെ ശരീരം കർമ്മം ചെയ്യുന്നു എന്നത് നമുക്ക് തോന്നുന്നതാണെങ്കിലും, പ്രത്യക്ഷത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നതെങ്കിലും, യഥാർത്ഥത്തിൽ ആ ശരീരം അങ്ങനെ ചെയ്യാൻ കാരണമാകുന്നത് സൂക്ഷ്മമായ ലിംഗശരീരമാണ്, അഥവാ മനസ്സടങ്ങിയ ആ അന്തഃകരണമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥൂല ശരീരം ഇവിടെ വിട്ടാലും എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ കർമ്മത്തിൻ്റെ എല്ലാ വാസനയും ഈ സൂക്ഷ്മ ശരീരത്തിലുണ്ട്. ഇങ്ങനെ മനസാലിംഗേന, മനഃപ്രധാനമായ, മനസ്സ് പ്രധാനമായിരിക്കുന്ന ലിംഗശരീരം കൊണ്ട് അമുത്ര, മറ്റൊരു ലോകത്തെത്തി, തത്, ഈ കർമ്മഫലത്തെ മുഴുവൻ സ്വയം ഭുങ്ക്തേ, സ്വയമേവ അനുഭവിക്കുന്നു. സ്ഥൂല ശരീരം കൊണ്ട് മാത്രം കർമ്മം ചെയ്യുന്നതേ നമ്മൾ കാണുന്നുള്ളൂ എന്നതിനർത്ഥം അത് മാത്രമാണ് ശരി എന്നല്ല. അതിൻ്റെ കൂടെ തന്നെ മനസ്സും കർമ്മം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ സ്ഥൂല ശരീരം എന്നത് പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ അങ്ങനെ പൊഴിഞ്ഞു പോയാലും സൂക്ഷ്മ ശരീരത്തിൽ ഇതിൻ്റെ എല്ലാ വാസനകളും, സ്ഥൂല ശരീരത്തിൻ്റെ അത് തന്നെ, അത് സൂക്ഷ്മമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സൂക്ഷ്മ ശരീരമാണ് പരലോകത്ത് പോയിട്ട് ആ ജന്മത്തിൽ ചെയ്തതിൻ്റെ പുണ്യപാപങ്ങൾ അനുഭവിക്കുന്നത്. ഇനി അതൊന്നുകൂടെ വ്യക്തമാക്കാൻ പറയുകയാണ് 61-ാമത്തെ ശ്ലോകം. ശയാനം ഇമം ഉത്സൃജ്യ, ശയാനമിമം ഉത്സൃജ്യ ശ്വസന്തം പുരുഷഃ പുരുഷോ യഥാ കർമാത്മനി ആഹിതം, കർമ്മ ആത്മനി ആഹിതം, കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേന ഇതരേണ, താദൃശേന ഇതരേണ വാ. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ സ്ഥൂല ശരീരമില്ലാതെ എങ്ങനെയാണ് ഈ സൂക്ഷ്മ ശരീരം മാത്രമായിട്ട് കർമ്മഫലത്തെ അനുഭവിക്കുന്നത് എന്നാണല്ലോ ചോദിച്ചത്. ഇത് ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. യഥാ, ഏതൊരു പ്രകാരമാണ് പുരുഷഃ, ഒരു മനുഷ്യൻ, ശ്വസന്തം, അവൻ ജീവനോടെ ശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ശയാനം, കിടന്നുറങ്ങുന്നത്. പക്ഷേ ഉറങ്ങുമ്പോൾ അവനവൻ്റെ വീട്ടിലെ കിടക്കയിലാണ് ഉറങ്ങുന്നത് എന്ന് പോലും മറന്ന് നമ്മളൊരു കല്യാണ വീട്ടിൽ നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ, ഇമം ഉത്സൃജ്യ, ഈ സ്ഥൂല ശരീരത്തെ നമ്മൾ പൂർണ്ണമായും മറന്നു പോകുന്നു. കാരണം സ്ഥൂല ശരീരമുള്ളത് വീട്ടിലാണ്, പക്ഷേ സൂക്ഷ്മ ശരീരം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് നമ്മളൊരു കല്യാണ വീട്ടിലാണ് എന്നതാണ്. ആ കല്യാണ വീട്ടിൽ വെച്ച്, ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, എവിടെ വെച്ചായാലും നമ്മുടെ ശരീരത്തെ ആരെങ്കിലും സ്പർശിച്ചാൽ അത് ഈ വീട്ടിലിരിക്കുന്ന നമ്മുടെ ശരീരത്തെ സ്പർശിച്ചതായി തോന്നാറുണ്ട്. ഇങ്ങനെ ആത്മനി, നമ്മുടെ മനസ്സിൽ ആഹിതം, സംസ്കാര രൂപേണ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മത്തെ താദൃശേന, തൻ്റെ സ്വന്തം ശരീരം കൊണ്ട് തന്നെയാണ് താനിത് അനുഭവിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സൂക്ഷ്മ ശരീരമാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെ ഇതരേണ, നമ്മുടെ ശരീരത്തിൽ നിന്നും കുറച്ചു വ്യത്യസ്തമായ മറ്റൊരു ദേഹം കൊണ്ടാണ് നമ്മൾ ഇത് ഭുങ്ക്തേ, അനുഭവിക്കുന്നത് എന്ന് തോന്നുന്നത്. ഇതേപോലെയാണ് ഈ സ്ഥൂല ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയാലും സൂക്ഷ്മ ശരീരം വെച്ച് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ആരെങ്കിലും അടിച്ചാൽ, അല്ലെങ്കിൽ ഒരു പൂച്ച വന്ന് മാന്തി എന്നൊക്കെ സ്വപ്നം കണ്ടാൽ, ശരിക്കും എവിടെയാണോ മാന്തിയത് അവിടെ നമുക്ക് വേദനിക്കും. അതെങ്ങനെയാണ് വേദനിക്കുന്നത്? സത്യത്തിൽ പൂച്ച വന്ന് കടിച്ചിട്ടില്ല. പൂച്ച വന്ന് കടിച്ചു എന്നത് മനസ്സിൻ്റെ ഒരു സങ്കല്പമായിരുന്നു. എന്നിട്ടും അത് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്നില്ലേ?
ഇതേപോലെ തന്നെയാണ് സ്ഥൂല ശരീരം ഒഴിവാക്കിയാലും നമ്മുടെ സൂക്ഷ്മ ശരീരം എന്തൊക്കെ അനുഭവിക്കുന്നുവോ അതെല്ലാം ഈ സ്ഥൂല ശരീരം അനുഭവിക്കുന്നതിന് തുല്യമാണ്. രണ്ടും തിരിച്ചും മറിച്ചും പറയാം. സ്ഥൂല ശരീരം അനുഭവിക്കുന്നതൊക്കെ സൂക്ഷ്മ ശരീരത്തിന് ബാധകമാണ്. അതേപോലെ സൂക്ഷ്മ ശരീരം അനുഭവിക്കുന്നതൊക്കെ സ്ഥൂല ശരീരത്തിനും ബാധകമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥൂല ശരീരം വെച്ച് ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സൂക്ഷ്മ ശരീരം അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുമ്പോൾ അത് തുല്യമായി തീരുന്നത്. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ച ശരീരം അതിൻ്റെ കർമ്മങ്ങൾ, ആ ഫലങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് തുല്യമായി തീരുന്നത്. ഇനി നമ്മൾ ശരീരം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ചെയ്യുന്ന ഭാവം മുഴുവൻ മനസ്സിൻ്റെയാണ്. അതായത് മനസ്സ് മരിച്ചു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് ആരും പിന്നെ കർമ്മം ചെയ്യുകയില്ല. ചില ആളുകൾ കോമയിലായിട്ട് ശരീരം നിശ്ചലമായെന്നതുപോലെ കിടക്കാറുണ്ട്. അവിടെ ശരീരത്തിന് ചെയ്യാനുള്ള എല്ലാ കഴിവുമുണ്ടെങ്കിലും മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയില്ല എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മനസ്സുണ്ടെങ്കിലേ പ്രവൃത്തിയുള്ളൂ. അതാണ് 62-ാമത്തെ ശ്ലോകം. മമ ഏതേ മമൈതേ മനസാ യത് യത് അസൗ അഹം ഇതി യദ്യദസാവഹമിതി ബ്രുവൻ ഗൃഹീയാത് തത് പുമാൻ രാദ്ധം. ഗൃഹീയാത് തത് പുമാൻ രാദ്ധം കർമ്മയേന പുനർഭവഃ. ഇനി പുനർജനിക്കുന്നത് നമ്മുടെ സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമാണ്. അതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം കർമ്മം ചെയ്യുന്നത് മുഴുവൻ സൂക്ഷ്മ ശരീരം കൊണ്ടാണ്. ആ സൂക്ഷ്മ ശരീരത്തിന് പുറമേക്ക് കർമ്മത്തെ വ്യാപരിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ശരീരം. വെറും ഒരു ഉപകരണമാണ്. ചിന്തിക്കുന്നത് മുഴുവൻ മനസ്സാണ്. ഏതേ ഇവർ, മമ എൻ്റെയാണ്, അഹം ഈ ഞാൻ, അസൗ ഇന്നവനാണ് എന്നൊക്കെ ബ്രുവൻ പറഞ്ഞുകൊണ്ട് മനസാ മനസ്സിനാൽ യത് യത് കർമ്മ ഏതേതു കർമ്മത്തെ പുമാൻ ഗൃഹീയാത് ആ ജീവൻ ഏറ്റെടുക്കുന്നുവോ തത് രാദ്ധം ആ ചെയ്ത പ്രവൃത്തികളൊക്കെ എങ്ങനെയാണോ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ ചെയ്ത എല്ലാ നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോ ഫയലുകളും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിയും അതവിടെ സേവ് ആയിട്ട് ഇരിക്കുന്നത്, ഇതേപോലെ ശരീരം കൊണ്ട് മാത്രമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം അത് സംരക്ഷിക്കപ്പെടുന്നത്, ആ കർമ്മങ്ങളെ മുഴുവൻ അടയാളപ്പെടുത്തി വെക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. ഏന അതിനാൽ നമുക്ക് പുനർഭവഃ പുനർജന്മം വേണ്ടി വരുന്നു. നമ്മുടെ ഉള്ളിലെ വാസനകളെല്ലാം അടിഞ്ഞുകൂടുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. ആ സൂക്ഷ്മ ശരീരത്തിലാണ് ഞാനെന്നും എൻ്റേതെന്നും ഒക്കെയുള്ള ഭാവമുള്ളത്. ആ ഭാവത്താലാണ് നമ്മൾ ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുനർജനിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഈ സൂക്ഷ്മ ശരീരമാണ്. ഇനി മറ്റൊരു സംശയമായിരുന്നു, നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ തീരുകയല്ലേ, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫലം നമ്മെ പിന്തുടരുന്നത്? 63-ാമത്തെ ശ്ലോകം. യഥാ അനുമീയത്തെ ചിത്തം ഉഭയൈഹി ഇന്ദ്രിയ ഈഹിതൈഹി ചിത്തമുഭയൈരിന്ദ്രിയേഹിതൈഹി ഏവം പ്രാഗ് ദേഹജം കർമ്മ ലക്ഷ്യത്തെ ചിത്തവൃത്തിഭിഹി. യഥാ ഏത് പ്രകാരമാണോ ഉഭയൈഹി രണ്ടിനാലും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളാലും കർമ്മേന്ദ്രിയങ്ങളാലും ഇങ്ങനെയുള്ള ഇന്ദ്രിയ ഈഹിതൈഹി ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടകളാൽ അവയുടെ പ്രേരകമായ ചിത്തം അനുമീയതേ അനുമിക്കപ്പെടുന്നത്, ആ ചിത്തത്തിലേക്ക് എല്ലാ വാസനകളും അവിടെ അടയാളപ്പെടുത്തി വെക്കുന്നത് ഏവം ഇപ്രകാരം ചിത്തവൃത്തിഭിഹി അതേ ചിത്തത്തിൻ്റെ വിഭിന്ന വൃത്തികളാൽ പ്രാഗ് ദേഹജം മുൻ ജന്മത്തിൽ ആ ശരീരം ഒക്കെ ചെയ്ത പൂർവദേഹത്താൽ സംജാതമായ കർമ്മം, ആ കർമ്മം ഈ
ശരീരത്തെ, വീണ്ടും വീണ്ടും എടുക്കുന്ന ശരീരത്തെ ലക്ഷ്യത്തെ അനുഗമിക്കുന്നു. ഇത് ഏറെക്കുറെ അനുമാന പ്രമാണം കൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആർക്കും പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത മേഖലകളിൽ ഒരു കുട്ടി പുതിയതായിട്ട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും അവൻ അതിൽ അല്ലെങ്കിൽ അവൾ അതിൽ മിടുക്കനോ മിടുക്കിയോ ആവുന്നുവെങ്കിൽ അത് ഈ ജന്മത്തിലേതല്ല എന്ന് നമുക്ക് അനുമാനിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പൂർവജന്മ കർമ്മവാസനകളാണെന്ന് അനുമാനിക്കേണ്ടതാണ്. 64-ാമത്തെ ശ്ലോകം. ന അനുഭൂതം നാനുഭൂതം ക്വച അനേന ചാനേന ദേഹേന അദൃഷ്ടം അശ്രുതം ദേഹേന അദൃഷ്ടമശ്രുതം കദാചിത് ഉപലഭ്യേത കദാചിതുപലഭ്യേത യത് രൂപം യദ്രൂപം യാദൃക് ആത്മനി യാദൃഗാത്മനി. അനേന ദേഹേന, ഈ ദേഹത്താൽ, ഈ ജന്മത്തിലെ ദേഹം കൊണ്ട്, ക്വച ഒരിക്കലും ഒരിടത്തും ന അനുഭൂതം അനുഭവിച്ചിട്ടില്ലാത്തതും, ഒരിക്കൽ പോലും ഈ ജന്മത്തിൽ അദൃഷ്ടം കാണപ്പെട്ടിട്ടില്ലാത്തതും, അശ്രുതം കേൾക്കപ്പെട്ടിട്ടില്ലാത്തതുമായ യത് രൂപം ഏതോ ഒരു രൂപത്തിലോ, യാദൃക് ഏതോ പ്രകാരത്തിലോ ഉള്ള പല കാര്യങ്ങളും, കഥാചിത് ചിലപ്പോൾ നമ്മുടെ സ്വപ്നത്തിലോ ഇനി ഉണർന്നിരിക്കുമ്പോൾ മനോരാജ്യത്തിലുമൊക്കെ ആത്മനെ നമ്മുടെ മനസ്സിൽ ഉപലഭ്യേത അനുഭവപ്പെട്ടേക്കും. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇവിടെ ഞാൻ മുൻപെപ്പോ വന്നിട്ടുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ ഈ വ്യക്തിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരു ആത്മബന്ധം, ചില സ്ഥലങ്ങളുടെ ഒരു പരിചയം, ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മുടെ പൂർവജന്മത്തിൻ്റെ തുടർച്ചയാണെന്ന് അനുമാനിക്കണം. ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നിനെക്കുറിച്ചും മനസ്സിന് ഓർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 65-ാമത്തെ ശ്ലോകം. തേന അസ്യ തേനാസ്യ താദൃശം രാജൻ ലിംഗിനഃ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധസ്വ അനനുഭൂതഃ അർത്ഥഃ ശ്രദ്ധസ്വ അനനുഭൂതോ അർത്ഥോ ന മനഃ സ്പൃഷ്ടും അർഹതി സ്പൃഷ്ടുമർഹതി. ഹേ രാജൻ, തേന അതുകൊണ്ട്, ലിംഗിനഃ ലിംഗദേഹാഭിമാനിയായ അസ്യ ഈ ജീവന്, ദേഹസംഭവം പൂർവജന്മത്തിൽ അനുഭവിച്ചിട്ടുണ്ടായ, പൂർവദേഹത്താൽ അനുഭവിച്ച താദൃശം അത്തരം അനുഭവം ആ ജന്മത്തിൽ ഉണ്ടായതാണെന്ന് ശ്രദ്ധസ്വ നിശ്ചയിച്ചു കൊള്ളുക. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന പലതിനും നമ്മുടെ പൂർവജന്മവുമായി ബന്ധമുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, അതിനെന്താണ് അർത്ഥം? അപ്പോൾ അത് ഈ ജന്മത്തിലെ അർത്ഥമായിരിക്കുകയില്ല, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ കണ്ട കാര്യമായിരിക്കില്ല. എങ്കിൽ അതിനർത്ഥം അങ്ങനെ ഒരു അനുഭവം പൂർവജന്മത്തിൽ നമുക്കുണ്ടായിരുന്നു എന്നാണ്. കാരണം അനനുഭൂതഃ അർത്ഥഃ, മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് മനഃ മനസ്സിൽ സ്പൃഷ്ടും ഒരു സ്ഫുരണമുണ്ടാകുവാൻ ഒരു സാധ്യതയും ന അർഹതി ഇല്ല. മനസ്സിൽ സ്വപ്നരൂപത്തിൽ വരുന്നതിനൊക്കെ ഒരർത്ഥമുണ്ട്. അത് നമ്മുടെ പൂർവജന്മവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഏതോ ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. അതിനും പൂർവജന്മങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞതും അത് പൂർവജന്മത്തിലുമാകാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെയാകാം. അതുപോലെ വരാനിരിക്കുന്നതുമായ ശുഭ അശുഭ നിമിത്ത ശരീരങ്ങളെ കുറിച്ചുള്ള അറിവിനും എല്ലാം കാരണം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ വാസനകളാണ്.
ഇനി മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. 66-ാമത്തെ ശ്ലോകം. മനഃ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതഃ ച ഭവിഷ്യതശ്ച ഭദ്രം തേ തഥൈവ ന ഭവിഷ്യതഃ. രാജാവേ, തേ ഭദ്രം, അങ്ങേക്ക് നന്മ വരട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ മനസ്സ് തന്നെയാണ് മനുഷ്യസ്യ, ഒരു മനുഷ്യന്റെ പൂർവരൂപാണി, കഴിഞ്ഞ ജന്മത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ശരീരം സ്വീകരിച്ചു എന്നതും ഇനി ഭവിഷ്യതഃ ച, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതിനെ കുറിച്ചും തഥായേവ, ഇനി അതേപോലെ തന്നെ ന ഭവിഷ്യതഃ, ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് നമുക്ക് തോന്നാനും കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. ഈ മനസ്സാണ് നമുക്കെല്ലാം ശംസതി, വെളിവാക്കിത്തരുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ ജന്മത്തിൽ ഉണ്ടായതാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും ഇല്ല. ചില ആളുകൾക്ക് മാത്രമാണ് ഡോക്ടർ ആകണം എന്ന ആഗ്രഹം, ചില ആളുകൾക്ക് ബിസിനസ്സാണ്, ചില ആളുകൾക്ക് ജന്മനാ തന്നെ ആടാനും പാടാനും നാട്യത്തിലും അഭിനയത്തിലും ഒക്കെ ആയിരിക്കും താല്പര്യം, ചില ആളുകൾക്ക് കായികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. ഇതൊക്കെ എങ്ങനെ വന്നു? ഇതൊന്നും ഈ ജന്മത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല. കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വാസനകളാണ് ഈ ജന്മത്തിൽ ഫലപ്രാപ്തിയിലെത്തുന്നത്. അതേപോലെ തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് നമുക്കൊരു മുന്നറിയിപ്പ് തരും, അത് നടക്കില്ല, ഒരു കാരണവശാലും ഇത് നടക്കില്ല എന്നൊരു മുന്നറിയിപ്പും നമുക്ക് കിട്ടാറുണ്ട്. ഇതെല്ലാം മനസ്സിന്റെ ശക്തിയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ധ്യാനാദികളിലൂടെ നമ്മുടെ മനസ്സിന്റെ ശക്തിയെ, അതായത് സൂക്ഷ്മ ശരീരത്തിന്റെ ആ ഓറയെ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത്, അതേപോലെ തന്നെ പൂർവജന്മത്തെക്കുറിച്ചൊക്കെ നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിന്റെ ശക്തിയെ കൂട്ടിയാൽ മതി. സ്വപ്നത്തിലാണെങ്കിലും ഒരു വ്യവസ്ഥയോടെ നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ പൂർവജന്മത്തിൽ നമ്മൾ അനുഭവിച്ചതാകാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ സൂചനകളാകാം. അതേസമയം ഒരു ബന്ധവും ഇല്ലാത്ത ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതിന് നമ്മുടെ പൂർവജന്മമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല എന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ്. 67-ാമത്തെ ശ്ലോകം. അദൃഷ്ടം അശ്രുതം ച അത്ര ക്വചിൻ മനസി ദൃശ്യത്തെ യഥാ തഥാ അനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. ക്വചിത്, സ്വപ്നത്തിൽ ചിലപ്പോൾ, മനസ്സിൽ, അദൃഷ്ടം, മുൻപ് കാണപ്പെടാത്തതും, അശ്രുതം ച, കേൾക്കപ്പെടാത്തതുമായി, ദേശകാല ക്രിയാശ്രയം, സ്ഥലം, സമയം, ക്രിയ എന്നിവയെ ആശ്രയിച്ചിട്ടുള്ള ചിലത് ദൃശ്യതേ, കാണപ്പെടാറുണ്ട്. അതായത് നട്ടുച്ചയ്ക്ക് നക്ഷത്രം കാണുക, തൻ്റെ തല വെട്ടേറ്റ് തെറിച്ച് കിടക്കുന്നതായിട്ട് കാണുക, കാണുന്ന സ്ഥലം ഏതോ പക്ഷെ സംഭവിക്കുന്നത് അതുമായി ഒരു ബന്ധവും ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെയും ചില സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ദൃശ്യതേ, ഇങ്ങനെയുള്ള ചില സ്വപ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അത്ര, ഈ ഒരു വിഷയത്തിൽ, യഥാ തഥാ, ഏതോ തരത്തിലുള്ള ഒരു നിദ്രാദോഷമാണെന്ന് അനുമന്തവ്യം, ഊഹിച്ചു കൊള്ളണം. അതായത് എല്ലാ തരത്തിലുള്ള അനുഭവവും നമ്മുടെ പൂർവജന്മവുമായി ബന്ധപ്പെട്ടതല്ല. സ്വപ്നത്തിൽ ഒരർത്ഥവുമില്ലാത്ത ചില കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പൂർവാനുഭൂതി കൊണ്ടുള്ള ഒരു സ്വപ്നമോ അല്ലെങ്കിൽ മുൻപ് അനുഭവിച്ചിട്ടുള്ളതോ അല്ല, ഉറക്കത്തിന്റെ തകരാറ് നിമിത്തം ഉണ്ടായ ചില അനുഭൂതികൾ തലകീഴായിട്ട് കാണുകയാണ്. 68-ാമത്തെ ശ്ലോകം. സർവേ ക്രമാനുരോധേന മനസി ഇന്ദ്രിയഗോചരഃ
മനസി ഇന്ദ്രിയ ഗോചരാഹ ആയാന്തി വർഗശഃ വർഗശോ യാന്തി സർവേ സമനസഃ സമനസോ ജനാഃ. മനസ്സി മനസ്സിൽ ഇന്ദ്രിയ ഗോചരാഹ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന സർവേ എല്ലാം തന്നെ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു ഇതെല്ലാം ക്രമാനുരോധേന നമ്മൾ അത് അനുഭവിക്കുന്നതിൻ്റെ ഒരു ക്രമത്തിനനുസരിച്ച് ആയാന്തി വന്നു ചേരുന്നു. ഇനി നമ്മളൊരു കാര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ വർഗശഃ, അതായത് ആ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ, വർഗശഃ എന്നാൽ കൂട്ടത്തോടെ അത് നമ്മെ വിട്ടുപോകുന്നു. യാന്തി വിട്ടുപോവുകയും ചെയ്യുന്നു. അതായത് ഏത് അനുഭവവും അതിൻ്റെ ഒരു ക്രമത്തിൽ മനസ്സിലേക്ക് വരുന്നു. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അതേപോലെ മനസ്സിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നു. സർവേ ജനാഹ സമനസഃ, എല്ലാ ജീവന്മാരും സമനസഃ, മനസ്സ് എന്ന ആ ഇന്ദ്രിയ വൃത്തി ഉള്ളവരാണല്ലോ. സാധാരണമായിട്ട് മനസ്സിൽ ഇന്ദ്രിയാർത്ഥങ്ങളുടെ ഒരു പ്രകാശം, നമ്മൾ കാണുന്ന വസ്തുക്കളെയും കേൾക്കുന്ന വസ്തുക്കളെയും കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ ക്രമമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇന്ദ്രിയാർത്ഥങ്ങളുടെ അനുഭവം അത് കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ മനസ്സ് വിട്ടുപോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളുമൊന്നും നമ്മുടെ മനസ്സങ്ങനെ ഓർത്തെടുക്കാറില്ല. ഒരു 50 വർഷം ഈ ലോകത്ത് ജീവിച്ച ഒരാളുടെ മനസ്സിൽ വളരെ അപൂർവം നമ്മുടെ മനസ്സിനെ ഒന്നുകിൽ അത്രയധികം സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ അത്രയധികം വേദനിപ്പിച്ച, അങ്ങനെ ഏതാനും ചില അനുഭവങ്ങൾ മാത്രമേ മനസ്സിൽ അടുക്കും ചിട്ടയോടും കൂടെ ഉണ്ടാവാറുള്ളൂ. അല്ലാത്തതൊന്നും മനസ്സിൽ നിൽക്കാറില്ല. കാരണം അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും, മനസ്സങ്ങ് ഡിലീറ്റ് ചെയ്തേക്കും. പിന്നെ നമ്മളായിട്ട് ചിലത് ചിത്തത്തിൽ അങ്ങ് ഉറച്ചു പോകുന്നത് മാത്രമാണ് നമ്മൾ പിന്നീട് ഓർത്തെടുക്കുന്നത്. ഇനി മനസ്സ് ലൗകികമായി വ്യവഹരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ദ്രിയ അനുഭവങ്ങൾ ക്രമത്തിൽ അങ്ങനെ ഓരോന്നായിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരേ സമയം നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാര്യത്തിൽ നമ്മുടെ കണ്ണാണ് ശ്രദ്ധയോടെ ഇരിക്കുന്നത് എങ്കിൽ ചെവി അത്ര ശ്രദ്ധിക്കാറില്ല. ഇനി ചെവിക്കാണ് ശ്രദ്ധയെങ്കിൽ കണ്ണിനവിടെ അതിൻ്റെ ഒരു ശക്തി കുറച്ച് കുറവായിരിക്കും. ഇതേപോലെയാണ്. പക്ഷേ നമ്മൾ ഈശ്വരനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഒരേപോലെ പ്രകാശിക്കുന്നതാണ്. അതാണ് 69ാമത്തെ ശ്ലോകം. സത്വൈകനിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനി തമഃ ചന്ദ്രമസി ഇവ ഇദം ഉപരജ്യ അവഭാസത്തെ. തമശ്ചന്ദ്രമസി വേദമുപരജ്യാവഭാസത്തെ. ഭഗവത് പാർശ്വവർത്തിനി, ഭഗവത് സമീപത്തിൽ വർത്തിക്കുന്ന, അതായത് സർവദാ ഭഗവത് ധ്യാന നിരതരായി ഉള്ളിൽ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്ന സത്വൈകനിഷ്ഠേ, വിശുദ്ധ സാത്വിക ഗുണാധിഷ്ഠിതമായ മനസ്സിൽ ഇതം ഈ വിശ്വം മുഴുവൻ ഉപരജ്യ സംയോജിച്ച പോലെ ഇരുന്ന് ചന്ദ്രമസി ചന്ദ്രമണ്ഡലത്തിൽ തമഹ ഇവ രാഹുഗ്രഹം എന്നതുപോലെ അവഭാസത്തെ അവഭാസിക്കുന്നു. സാധാരണ ലൗകികർക്ക് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചമായി വിരാജിക്കുന്നത് എന്ന അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ യോഗികൾക്ക് അത് അനുഭവപ്പെടുന്നു. അതിന് കാരണം അവരുടെ പഞ്ചേന്ദ്രിയങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ്. അങ്ങനെ ഭഗവത് ധ്യാനയുക്തമായ മനസ്സിൽ ഈ വിശ്വമാകെ തെളിഞ്ഞ് ചന്ദ്രമണ്ഡലത്തിൽ രാഹു എന്നതുപോലെ ശോഭിക്കുന്നു. സാധാരണ നിഴൽ രൂപത്തിലുള്ള രാഹു എന്ന ഗ്രഹം അദൃശ്യമാണ്. എന്നാൽ ഗ്രഹണവേളയിൽ രാഹു ചന്ദ്രമണ്ഡലത്തെ മറയ്ക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ്
ചന്ദ്രമണ്ഡലത്തിൽ രാഹുഗ്രഹം എന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവൻ ആ ചൈതന്യം തന്നെയാണെന്ന ബോധ്യം ഒരു യോഗിക്ക് ലഭിക്കുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.